السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الجبار مقبر الليل على النهار نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിലെ പുണ്യം നിറഞ്ഞ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ നമ്മൾ എടുക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അതിൻ്റെതായ പ്രതിഫലം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിൽ ഒരുപാട് കേട്ട ഒരു സംഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ വെച്ചുകൊണ്ട് ആമീൻ 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 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്?
അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ അടുത്ത് ജിബ്രീൽ വന്നു. ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു, റഹിമൻ ഫുംബ്രി, ഒരു മനുഷ്യൻ എല്ലാം കൊണ്ടും നശിക്കട്ടെ, മുച്ചൂടം നശിക്കട്ടെ. അതിലൊരു പ്രയോഗമാണ് റഹിമൻ, അറബിയിലെ ഒരു പ്രയോഗം, എല്ലാം കൊണ്ടും തൊലയട്ടെ എന്ന അർത്ഥമാണ്. എല്ലാം കൊണ്ടും നശിക്കട്ടെ എന്ന പ്രാർത്ഥന എന്റെ അടുത്ത് വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്ക മാത്രമല്ല, ഒരാൾക്ക് ഒരാളുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു റമദാൻ മാസം വന്നെത്തുകയും ആ റമദാൻ മാസം വന്നെത്തിയതിന് ശേഷം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് ആ റമദാൻ അവനിൽ നിന്ന് തിരിഞ്ഞു പോകുന്നെങ്കിൽ, റമദാനിന് അങ്ങനെയാണ് അതിൽ നിന്ന് വിടവാങ്ങിയതെങ്കിൽ, അത്തരക്കാളായ ആളുകൾ നശിക്കട്ടെ എന്ന് എന്റെ മുമ്പിൽ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. പ്രാർത്ഥിച്ചത് ജിബ്രീൽ, ആമീൻ പറഞ്ഞത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ കുറച്ച് അലസതയിലേക്ക് പോകുമ്പോൾ എനിക്ക് പ്രചോദനം നൽകുന്ന, എന്നെ പേടിപ്പെടുത്തുന്ന ഒരു ആമീൻ പറച്ചിലായി ഈ ആമീൻ പറച്ചിലിനെ ഞാൻ കാണാറുണ്ട്. കാരണം ഇനി അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. ആ ആമീൻ പറച്ചിൽ നമുക്കെതിരാണോ അല്ലേ എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ആ ആമീൻ പറച്ചിൽ നമുക്ക് എതിരാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനോടെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തെ വിഷയം, പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആള് നശിക്കട്ടെ. മൂന്നാമത്തെ വിഷയം, മാതാപിതാക്കളെ കിട്ടിയിട്ട്, വൃദ്ധരായ മാതാപിതാക്കളെ കിട്ടിയിട്ട് അത് മുഖേന സ്വർഗം ലഭിക്കാത്ത ആള് അവന് നശിക്കട്ടെ. ഈ മൂന്ന് വിഷയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ വിഷയമാണ്. നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടത് റമദാനുമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, മനുഷ്യന്റെ ശരീരം അത് പൂർണ്ണമായും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് ഉപയോഗപ്പെടുത്തുമ്പോഴും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിച്ചുകൊണ്ട് മാത്രമേ അതിനെ ഉപയോഗപ്പെടുത്തുവാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് അവനോട് എന്താണോ മന്ത്രിക്കുന്നത് എന്ന് നാം അറിയുന്നു. മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്, മാത്രമല്ല അവന്റെ മനസ്സ് അവനോട് എന്താണ് മന്ത്രിക്കുന്നത് എന്ന് നാം അറിയുന്നുണ്ട്. എന്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് മറ്റൊരാർക്കും അറിയുകയില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് എനിക്കും അറിയുകയില്ല. യഅലമു ഖായിനത്തുൽ ഐനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്, ആ മനുഷ്യന്റെ മനസ്സവനോട് മന്ത്രിക്കുന്നത് നാം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വനഅനു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നാം അവന്റെ ജീവനാടിയേക്കാൾ ഞാൻ അവനോട് ഏറ്റവും അടുത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ എന്തെന്നാണോ ചെയ്തത്, എന്താണ് പ്രവർത്തിച്ചത്, അത് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് ആ മലക്കുകളുടെ ഡ്യൂട്ടി, അവരുടെ ജോലി. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, കിറാമൻ കാതിബീൻ, അവർ മാന്യന്മാരായ എഴുത്തുകാരാകുന്നു. അവർക്ക് ചില ആളുകളോട് പ്രത്യേക മമതയോ ചില ആളുകളോട് ഇഷ്ടമോ ചില ആളുകൾക്ക് വെറുപ്പോ ഉണ്ടായിരിക്കില്ല. എന്താണോ പ്രവർത്തിച്ചത്, എന്താണോ ചെയ്തത്, അത് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് ആ മലക്കുകളുടെ ഡ്യൂട്ടി ആയിക്കൊണ്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്, അവന്റെ മനസ്സ് അവനോട് മന്ത്രിക്കുന്നത് നാം അറിയുന്നുണ്ട്, അവന്റെ കണ്ടനാടിയേക്കാൾ ഏറ്റവും അടുത്തവനാണ് നാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതുപോലെ തന്നെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം അഥവാ മലക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു അവയവത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ലഫള യൽഫിളു, മാ യൽഫിളു ഉച്ചരിക്കുന്നില്ല, മിൻ ഖൗലി ഒരു വാക്കും, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് അവൻ ഏതൊരു വാക്കുച്ചരിക്കുമ്പോൾ അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകർ ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒന്നും ഉച്ചരിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, നമ്മുടെ വിഷയം നാവുമായി ബന്ധപ്പെട്ട സംസാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ മനുഷ്യ എന്തെന്ന് സംസാരിക്കുന്നുണ്ടോ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും അവൻ ആ രേഖപ്പെടുത്തുക മാത്രമല്ല അതെല്ലാം കൃത്യമായി കൊണ്ട് തയ്യാറായി ഉച്ചരിക്കുമ്പോൾ അവന്റെ അടുത്ത് തയ്യാറായിരിക്കും നിരീക്ഷകർ ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒന്നും ഉച്ചരിക്കുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യൻ അല്ലാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സംസാരിക്കാൻ കഴിവ് നൽകി എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചല്ലോ, അലം നജഅലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണ് നൽകിയില്ലേ, വലിസാനൻ വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടും. ഒരാൾക്ക് നാവുണ്ട്, ചുണ്ടില്ലെങ്കിലോ സംസാരിക്കാനൊക്കുമോ? ഉടനെ തന്നെ പറഞ്ഞു വശഫതൈൻ, രണ്ട് ചുണ്ടുകളും നൽകി. അപ്പോൾ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സംസാര ശേഷിയെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി കൊണ്ട് തന്നെ നമ്മുടെ സംസാരം ഇസ്ലാമികമായ റൂട്ടിലൂടെ മാത്രമേ കൊണ്ടുപോകുവാൻ പാടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയാറുള്ളത് എന്താണ്? അൽ ഇൻസാൻ ഹയവാനുൻ നാതിഖ്, സംസാരിക്കുന്ന ജീവി, സംസാരിക്കുന്ന ജന്തു എന്നാണ് മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയാറുള്ളത്. അപ്പൊ ജന്തു ലോകത്ത് തന്റെ ആശയങ്ങൾ സംസാരത്തിലൂടെ പ്രകടമാക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ആ സംസാരിക്കുന്ന മനുഷ്യൻ എന്താണ് സംസാരിക്കുന്നത് എന്ന് കൃത്യമായി ആലോചിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കുവാൻ പാടുള്ളൂ. സലഫുകളായ ആളുകളെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കിതാബുകളിൽ കാണുവാൻ സാധിക്കും, ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടി പഠിക്കുമായിരുന്നു. ഏതുപോലെ? നിങ്ങൾ കമാ തഅല്ലമൂനൽ കലാം, നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുന്നത് പോലെ ഞങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു എന്ന് മഹാന്മാരായ ആളുകളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ എന്താണോ സംസാരിക്കുന്നത് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ ആലോചിച്ചുകൊണ്ട്, നൂറാവർത്തി ആലോചിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സംസാരിക്കുവാൻ പാടുള്ളൂ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അകുല്ലമാ നതകല്ലമു ബിഹി യക്തുബു അലൈനാ, പ്രവാചകരെ, നമ്മൾ സംസാരിക്കുന്നെല്ലാം അല്ലാഹുവിന്റെ മാലാഖമാർ രേഖപ്പെടുത്തി വെക്കുമോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, നമ്മൾ സംസാരിക്കുന്ന എല്ലാം അല്ലാഹുവിന്റെ മാലാഖമാർ രേഖപ്പെടുത്തി വെക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നക ലതജഅൽ സാലിമൻ മാ സകത ഫഇദാ തകല്ലംത കുതിബ ലക ഔ അലൈക, മനുഷ്യാനി സുരക്ഷിതനായി തീരുന്നത് മാ സകത, നീ മിണ്ടാതിരിക്കുമ്പോഴാണ്, ഫഇദാ തകല്ലംത കുതിബ ലക ഔ അലൈക, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലോ നിനക്ക് അനുകൂലമായിക്കൊണ്ടോ പ്രതികൂലമായിക്കൊണ്ടോ രേഖപ്പെടുത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അനുകൂലമായിക്കൊണ്ട് അത് രേഖപ്പെടുത്തും, അല്ലെങ്കിലോ ഔ അലൈക, നമുക്ക് പ്രതികൂലമായിക്കൊണ്ട് രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലകുൽ ഖൈറാ ഔ ലിയസ്മുത്. എന്താണ് പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർക്കെങ്കിലും അല്ലാഹുവിലും അന്ത്യത്തിലും വിശ്വാസമുണ്ടോ
അതുകൊണ്ട് ആ വിശ്വാസമുള്ള ആളുകൾ എന്ത് ചെയ്യട്ടെ? ഫല്ലഖുൽ ഖൈറ ഔ ലിയസ്മുത്, അവർ നല്ലത് പറയട്ടെ. ഇനി നല്ലത് പറയാനില്ലെങ്കിലോ ഔ ലിയസ്മുത്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ നമസ്കാരത്തിനെത്തുന്നത്, അതുകൊണ്ടാണല്ലോ നമ്മൾ പള്ളിയിലെത്തുന്നത്, അതുകൊണ്ടാണല്ലോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിലും അന്ത്യത്തിൽ വിശ്വാസമുള്ള ആളുകളാണോ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്ലഖുൽ ഖൈറ ഔ ലിയസ്മുത്. നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ എന്താണോ സംസാരിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സംസാരിക്കുവാൻ പാടുള്ളൂ. ഈ സംസാരം കൊണ്ട് എത്ര എത്ര പ്രയാസങ്ങളാണ് ഉണ്ടായിത്തീരുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തൽ എങ്ങനെയാണ്? ഒരാളായിട്ട് നമ്മളിങ്ങനെ ഒരു കാണാത്ത ഒരാളിങ്ങനെ പരിചയപ്പെടുമ്പോൾ അയാളെ സംസാരിച്ച് ഏകദേശം അദ്ദേഹത്തെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാൻ കഴിയും. ഇയാൾ ആള് പോക്കാണോ, ഇയാൾ നല്ലതാണ് കൃത്യമായി മനസ്സിലാക്കണം. അയാളുടെ സംസാരത്തിലൂടെ നമുക്ക് വ്യക്താക്കാൻ കഴിയും. നമ്മൾ വിലയിരുത്തും, അയാൾ പോക്കാട്ട, അയാളെ കൂട്ടത്ത് കൂട്ടാൻ പറ്റൂല. നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തല്. അപ്പോൾ ഒരാളോട് സംസാരിച്ചാൽ കൃത്യമായി കൊണ്ട് തന്നെ അയാളുടെ നിലവാരം നമുക്ക് അളക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല, ഈ സംസാരം കൊണ്ട് എത്ര പ്രയാസങ്ങളാണ്, എത്ര ബന്ധങ്ങളാണ് അറ്റുപോയിട്ടുള്ളത്, എത്ര ബന്ധങ്ങളാണ് അകന്നു പോയിട്ടുള്ളത്, എത്ര പ്രയാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കവി സംസാരത്തെ കുറിച്ച് ഒരു കവി കൃത്യമായി കൊണ്ട് പറഞ്ഞു, കുന്തം കൊണ്ടുണ്ടാക്കുന്ന മുറിവർ ലഹൽത്തിഹാമോ, അത് സുഖപ്പെടുത്താൻ കഴിയും. ഒരു കത്തി കൊണ്ട്, ഒരു ആയുധം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സുഖപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ നാവുണ്ടാക്കുന്ന മുറിവുകളുണ്ടല്ലോ, അത് സുഖപ്പെടുത്താൻ ഒരുപാട് പ്രയാസമാണ് എന്ന് ആ കവി കൃത്യമായി കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തി. സഹോദരന്മാരെ, സത്യമല്ലേ? പല ആളുകൾ പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? അവന്റെ ആ സംസാരം ഉണ്ടല്ലോ, അവിടെ ആ സംസാരമുണ്ടല്ലോ, അത് വല്ലാതെ എന്റെ മനസ്സിന് മുറിവേച്ചു. നമുക്ക് അനുഭവം ഉള്ളതാണ്. ചില ആളുകളായിട്ട് നമുക്ക് വല്ലാതെ അടുക്കാൻ പോവാത്തെന്താ? അയാൾ സംസാരം, ആളൊരു ചോറാണ്. ഈ മനസ്സ് തോണ്ടുന്ന രൂപത്തിൽ, ഇങ്ങനെ ചൊറിയുന്ന രൂപത്തിൽ സംസാരിക്കും. കുത്തിയായിരിക്കും അദ്ദേഹം സംസാരിക്കുക. സഹോദരന്മാരെ, നമ്മൾ ആ കാര്യത്തെ കുറിച്ച് കൃത്യമായി കൊണ്ട് ബോധമുണ്ടാകണമെന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരെ കുറിച്ച് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എത്ര നോമ്പുകാരാണുള്ളത്, എത്ര നോമ്പുകാരാണുള്ളത്. അവർ നോമ്പ് മുഖേന എന്താണ് നേടിയത്? ഇല്ലൽ ജൂ, വിശപ്പ് സഹിച്ചു എന്നല്ലാതെ മറ്റൊന്നും നേടിയിട്ടില്ല. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമ്മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമി ഇല്ലല്ലാഹ്. എത്ര നോമ്പുകാരാണുള്ളത്. ഒരുപാട് നോമ്പുകാരുണ്ട്. ആ നോമ്പ് മുഖേന അവർ എന്താണ് നേടിയത്? ഇല്ലല്ലാഹ്, ദാഹം സഹിച്ചു എന്നല്ലാതെ മറ്റൊന്നും നേടിയിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തി. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രത്യേകിച്ച് നോമ്പുകാരായ ആളുകൾ ആയതുകൊണ്ട് തന്നെ, നോമ്പുകാരാണെങ്കിലും അല്ലാത്ത ആ സമയത്തും നമ്മൾ നമ്മുടെ നാവിനെ കൃത്യമായി കൊണ്ട് തന്നെ ആലോചിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മല്ലം യദ ഖൗല സൂരി വലഅമൽ ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദ തആമഹു വശറാബഹു. അല്ലാഹുവിന് ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ മല്ലം യദ ഖൗല സൂരി വലഅമൽ ബിഹി, അനാവശ്യമായ വാക്ക്, അനാവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആരും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലേ? എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന്, തീറ്റയും കൂടിയും ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെട്ടു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ സംസാരത്തെ അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന പ്രയാസം വല്ലാത്ത കാര്യമായിരിക്കും, നമുക്ക് നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നാവ് മുഖേന നരകത്തിലേക്കും എത്താൻ കഴിയും, സ്വർഗത്തിലേക്കും എത്താൻ കഴിയും. നരക സ്വർഗം തീരുമാനിക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇന്നൽ അബ്ദ യതകല്ലമു ബിൽ കലിമത്തി മിൻ നിൽവാനില്ലാഹി തആല യർഫഉ അല്ലാഹു ബിഹാ ദറജാതുൻ ഫിൽ ജന്ന. ഒരു മനുഷ്യൻ ഒരു സംസാരം സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ എന്നാണ് മിൻ നിൽവാനില്ലാഹി തആല, അല്ലാഹുവിന് തൃപ്തിയുള്ള, അള്ളാഹുവിന് തൃപ്തിയുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത്. സംസാരിക്കുമ്പോൾ
അങ്ങനെയാണ് എന്ന് കരുതി സംസാരിച്ചല്ല. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ നല്ല സംസാരം സംസാരിച്ചു പോയി. അങ്ങനെ മുഖേന അദ്ദേഹത്തിന് എന്താണ് ലഭിക്കുന്നത്? അദ്ദേഹത്തിന് സ്വർഗത്തിലെ പദവികൾ ഉയർത്തി കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ സംസാരിച്ച അള്ളാഹു തൃപ്തിയുള്ള കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാത്ത കാര്യമാണ്, അള്ളാഹു തൃപ്തിയുള്ള കാര്യമാണ് സംസാരിച്ചത്. അത് മുഖേന അദ്ദേഹത്തിന് സ്വർഗത്തിലെ പദവികൾ ഉയർത്തി കൊടുക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറയൂ, ഒരു മനുഷ്യൻ അള്ളാഹുവിന് കോപമുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ആ കാര്യമാണ് സംസാരിച്ചത്. ആ സംസാരിച്ചത് മുഖേന അള്ളാഹുവിന്റെ നരകത്തിലേക്ക് എത്തിപ്പെടുവാൻ കാരണമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തി. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പോൾ നമ്മുടെ ഈ നാവ്, ഈ സംസാരം നരക സ്വർഗങ്ങൾ തീരുമാനിക്കാൻ മാത്രം കെൽപ്പുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആര് 2 അവയവങ്ങൾ നിങ്ങൾ ഹറാമായ മാർഗത്തിൽ ഉപയോഗിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ, അതിന്റെ പേരിൽ എനിക്ക് ജാമ്യം നിന്ന് തന്നാൽ, ഞാനിതാ നിങ്ങൾക്കും സ്വർഗം ഉറപ്പു നൽകാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തി. എന്നാണ് പ്രവാചകൻ പറഞ്ഞത്, എന്നാണ് 2 താടിയെല്ലുകൾക്കിടയിലുള്ളതും അതുപോലെ തന്നെ 2 തുടയുടെ ഇടുക്കിലുള്ളതും നിങ്ങൾ ആരെങ്കിലും ഹറാമായ മാർഗത്തിലൂടെ ഉപയോഗിക്കുകയില്ല എന്ന് ഉറപ്പ് നൽകിയാൽ അവർക്ക് ഞാൻ സ്വർഗം ഉറപ്പ് നൽകാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തി. സഹോദരന്മാരെ, നമ്മളെല്ലാവരും 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാണ്. ഈ 5 വക്ത് നിസ്കരിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ വല്ലാത്തൊരു ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. ചില ആളുകൾ ചില പള്ളികളിലേക്ക് പോകാറേ ഇല്ല. എന്താ കാരണം? അയാൾ ആ ചൊറിഞ്ഞുകാണ്ടിരിക്കും, ആ ചൊറിച്ചിലേക്കാൻ വെറുതെ ഇങ്ങനെ അയാളോട് തട്ടിക്കയറാൻ വെറുതെ നമ്മളത് കളയുന്നത്. സഹോദരന്മാരെ, അങ്ങനെ രീതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ നിസ്കാരം അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടായിത്തീരുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അപ്പോൾ നരക സ്വർഗങ്ങൾ തീരുമാനിക്കാൻ മാത്രം കെൽപ്പുള്ള കാര്യമാണ് നമ്മുടെ സംസാരം. അത് സംസാരം നല്ല സംസാരിച്ചാലോ സ്വർഗം കിട്ടും, ചീത്ത സംസാരിച്ചാലോ നരകവും കിട്ടും. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു സ്ത്രീയെ കുറിച്ച്. ആ സ്ത്രീ നല്ല രാത്രി നിസ്കരിക്കും, നോമ്പെടുക്കും, നല്ല നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ആ സ്ത്രീയുടെ പ്രത്യേകത എന്തായി? ആ പെണ്ണ് നാവ് കൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കുന്ന പെണ്ണായിരുന്നു. പ്രവാചകൻ പറഞ്ഞെന്താണ്? ഓഹിയ ഫിന്നാർ, അവൾ നരകത്തിന്റെ ആളാണ്. നരകത്തിന്റെ ആള്. നിസ്കരിക്കാഞ്ഞിട്ടല്ല, നോമ്പെടുക്കാഞ്ഞിട്ടല്ല, സൽക്രമങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല, നാവിനെ നിയന്ത്രിച്ചില്ല. തോന്നിയത് ഇങ്ങനെ പറയാ, ആളുകളെ കുറ്റം പറയാ, കുറവുകൾ പറയാ, ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുക. അതുകൊണ്ട് ആ പെണ്ണ് നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇടപെട്ടാൽ മതി. എല്ലാത്തിലും നമ്മളൊരു ഇൻവോൾവ്മെന്റ് വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ വെക്കാൻ പാടില്ല. എന്നിട്ട് അതിന് വേണ്ടതും വേണ്ടാത്തതിനൊക്കെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആളുകളുടെ ബന്ധങ്ങൾ അകറ്റുന്ന രൂപത്തിൽ സംസാരങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ സംസാരിക്കാതിരിക്കലാണ് ബുദ്ധി. അതുകൊണ്ടാണ് സലഫുകളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, നിങ്ങൾ സംസാരം പഠിക്കുന്നത് പോലെ ഞങ്ങൾ പഠിച്ചിരുന്നത് എന്താണ്? മിണ്ടാതിരിക്കാനാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. മിണ്ടിയാൽ എന്താണ്? അത് ഒന്നെങ്കിൽ അനുകൂലമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെടും, അനുകൂലമായിക്കൊണ്ടോ പ്രതികൂലമായിക്കൊണ്ടോ രേഖപ്പെടുത്തും. അതുകൊണ്ട് സഹോദരന്മാരെ, സംസാരിക്കുമ്പോൾ കൃത്യമായിക്കൊണ്ട് ആലോചിച്ചുകൊണ്ട് എന്റെ ഈ സംസാരം മുഖേന മറ്റുള്ളവരുടെ ഈ മനസ്സ് വേദനിക്കാതെ ഒരാൾക്ക് അളക്കാനൊന്നും കഴിയൂല. ചില സംസാരങ്ങൾ ഇങ്ങനെ നെഞ്ചിങ്ങനെ പിളർന്നു പോകുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കും. നമുക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ മനസ്സിൽ നിന്നുണ്ടാകുന്ന ആ ഒരു തേട്ടമുണ്ടല്ലോ, നമുക്കെതിരെയുള്ള ആ ശാപപ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മൾ രാത്രി എത്ര നമസ്കരിച്ചിട്ടും അതുകൊണ്ടൊരു കാര്യം ഉണ്ടായിത്തീരുകയില്ല. പല ആളുകൾക്കും ആ ഒരു വിഷയത്തിൽ വീഴ്ച വരുത്താറുണ്ട്, വീഴ്ച സംഭവിക്കാറുണ്ട്. സഹോദരന്മാരെ,
നമ്മൾ അള്ളാഹുവോട് രക്ഷ തേടുക, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിൻ ഹുസ്നിൽ ഇസ്ലാമി മറി തർകു മാ ലാ യഅനി. ഇസ്ലാം നന്നാക്കുന്നതിൽ പെട്ടതാണ്, ഒരാളുടെ ഇസ്ലാം നന്നാക്കുന്നതിൽ പെട്ടതാണ് എന്ത്? ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത സംസാരം, ആവശ്യമില്ലാത്ത പ്രവർത്തനം, അതിലൊക്കെ വെറുതെ ഇങ്ങനെ തലട്ടുകാണ്ട് പ്രശ്നമാക്കുന്ന രീതിയിലേക്ക് എത്തുവാൻ പാടില്ല. അതാണ് പറഞ്ഞത് മിൻ ഹുസ്നിൽ ഇസ്ലാം, ഇസ്ലാം നന്നാക്കുന്നതിൽ പെട്ടതാണ് മറി തർക്കവും മാലായി, അവന് ആവശ്യമില്ലാത്തതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ഇസ്ലാം നന്നാക്കുന്നതിൽ പെട്ടതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് വേണ്ടാത്തതിലേക്ക് നമ്മൾ തലയിട്ട് സംസാരിക്കുവാൻ പാടില്ല. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കരിയ ലക്കും സലാസ. അള്ളാഹുവിന് 3 കാര്യങ്ങൾ വല്ലാത്ത വെറുപ്പുള്ള കാര്യമാണ്. 3 കാര്യം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യമാണ്. ഒന്ന് എന്താണ്? കീലവക്കാല. കണ്ടതും കേട്ടതും പറയാം, അവിടെ കണ്ടത് ഇവിടെ പറയാം, ഇവിടെ കണ്ടത് അവിടെ പറയാം. ഇത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യമാണ്. 3 കാര്യം പറഞ്ഞ കൂട്ടിൽ ഒന്നാമതായിക്കൊണ്ട് എണ്ണിയതാണ് കീലവക്കാല. കണ്ടതും കേട്ടതും പറയാം, അവിടെ കണ്ടത് ഇവിടെയും, ഇവിടെ കണ്ടത് അവിടെയും. അങ്ങനെ ആളുകൾക്കിടയിലുള്ള ആ ബന്ധങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യമാണ്. രണ്ടാമതായിക്കൊണ്ട് ധനം ദുർവ്യായം ചെയ്യുക, ദുർത്തടിക്കുക. മൂന്നാമത്തെ കസറത്തു സുആൽ, അധികരിച്ച ചോദ്യങ്ങൾ. സഹോദരന്മാരെ, ഇതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. നമ്മളെല്ലാ ഖുത്ബയിലും കേൾക്കുന്ന ഒരു ആയത്താണ് എന്ത്? യാ അയ്യുഹല്ലദീന ആമനു. വിശ്വസിച്ച ആളുകളെ, വിശ്വസിച്ച ആളുകളെ തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല വർത്തമാനം പറയണം. എല്ലാ ഖുത്ബയിലും നമ്മൾ എല്ലാ ജുമഅക്കും കേൾക്കുന്ന ഒരു ആയത്താണ് സൂറത്തുൽ അഹ്സാബിലെ 70-71 ആയത്തുകൾ. എന്നാണ് നിങ്ങൾ വിശ്വസിച്ച ആളുകളെ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. എന്നിട്ട് മാത്രമല്ല വഖൂലൂ ഖൗലൻ സദീദ, നല്ല വർത്തമാനം നിങ്ങൾ പറയുകയും ചെയ്യണം. എന്നാൽ എന്താണ് നല്ല വർത്തമാനം പറഞ്ഞാൽ? യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തീർക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ പുറത്തു തരുന്നതാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. അവർ അല്ലാഹുവേയും അവന്റെ റസൂലിനെ അനുസരിക്കുകയും ചെയ്താൽ അവർ വമ്പിച്ച വിജയം വരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. രണ്ട് കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തീർക്കും, പിന്നെന്താണ്? നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. ഇത് രണ്ടും കിട്ടണമെങ്കിൽ എന്താണ്? വഖൂലൂ ഖൗലൻ സദീദാ, നല്ല വർത്തമാനം പറയണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സംസാരിക്കുമ്പോൾ ഒരു ആവർത്തി ചിന്തിച്ചുകൊണ്ട് ഇതിപ്പോ ഞാൻ പറയണോ, ഇതിപ്പോ ഞാൻ പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സ് വേദനിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ സംസാരിക്കുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ സമയത്ത് ഒരുപാട് ശിക്ഷകൾ കാണിക്കപ്പെട്ടു. പലിശ തിന്നുന്ന, അതുപോലെ തന്നെ എല്ലാ വ്യഭിചരിക്കുന്ന, തിന്മകൾ ചെയ്യുന്ന ആളുകൾക്കെല്ലാം കിട്ടുന്ന ശിക്ഷകൾ പ്രവാചകൻ കാണുകയുണ്ടായി. ആ കൂട്ടത്തിൽ കാണുവാൻ സാധിക്കും, ഹദീസിൽ കാണുവാൻ സാധിക്കും, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ലമ്മാ ഉരിജ ബി മററതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ ഹാസ് യഹ്മിസൂന വുജൂഹും വസുദൂറുഹും ഖുൽതു മൻ ആഹുലാ യാ ജിബ്രീൽ എന്നാണ് ഹദീസിന്റെ അർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖൗമിന്റെ, ഒരു ജനതയുടെ അടുത്ത് കൂടെ ഇങ്ങനെ കൊണ്ടുപോകപ്പെട്ടു. ആ കൊണ്ടുപോകപ്പെട്ടപ്പോൾ ചില ആളുകൾക്ക് ചെമ്പിന്റെ നഖമുണ്ട്. ആ ചെമ്പിന്റെ നഖം കൊണ്ട് യഹ്മിസൂന വുജൂഹും വസുദൂറുഹും, അവരുടെ മുഖവും അവരുടെ മാറിടവും ശരീരം മൊത്തം ഇങ്ങനെ പിച്ചി ചീന്തുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പിച്ചി വലിക്കുകയാണ്, ഇങ്ങനെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫഖുൽതു മൻ ഹൗലാഹി യാ ജിബ്രീൽ, ഇവരാരാണ്, ഈ കൂട്ടർ ആരാണ് എന്ന് ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോൾ
ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു ഹൗലാ ഇല്ലദീ യഅകുലൂന ലുഊമന്നാസ് വയഖഊന ഫീ അറാദിഹിം. അവരാരാണ്? അവർ ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്ന ആളുകളാണ്. എന്നുവെച്ചാൽ ആളുകളെ കുറിച്ച് കുറ്റം കുറവൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളാണ് എന്നാണ്. വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ അഭിമാനം കൊണ്ട് കളിക്കുന്ന ആളുകളാണ്. നമുക്കൊക്കെ വല്ലാതെ വേദനിപ്പിക്കും. നമുക്ക് 2 അടി കിട്ടിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആളടിയിലിട്ട് 2 വർത്താനം പറഞ്ഞാണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിന് വല്ലാതെ വേദനിക്കും. അതാണ് ആളുകളുടെ അഭിമാനം കൊണ്ട് കളിക്കുക എന്ന് പറയുന്നതാണ്. ആളുടെ അഭിമാനത്തിന് വില നൽകുന്നില്ലെങ്കിൽ വല്ലാത്ത ശിക്ഷയാണ് ഇസ്ലാം ആ ആളുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ അധ്യാപനങ്ങളും പരിശോധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും. ഒരു മുസ്ലിമിന്റെ അഭിമാനം പവിത്രമാണ്. അത് പിച്ച് ചീന്തപ്പെടുവാൻ പാടില്ല. അത് നമ്മുടെ കൈകൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന് കളങ്കം വരുത്തുകയാണെങ്കിൽ സഹോദരന്മാരെ, അത് വല്ലാത്ത പ്രയാസത്തിലേക്ക് നമ്മെ എത്തിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിദാഅ വെച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദുകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിദാഅ വെച്ചുകൊണ്ട് അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന ദിമാഅകും, നിങ്ങളുടെ രക്തവും, വഅംവാലകും, നിങ്ങളുടെ ധനവും, വഅറാദുകും, നിങ്ങളുടെ അഭിമാനവും, ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ, ഇന്ന ദിവസത്തിന്റെ പവിത്രത പോലെ, ഇന്ന ദിവസത്തിന്റെ പവിത്രത പോലെ, ഇന്ന മാസത്തിന്റെ പവിത്രത പോലെ, ഇന്ന രാജ്യത്തിന്റെ പവിത്രത പോലെ അത് ഹറാമാണ്. അതൊരിക്കലും കളങ്കം വരുത്തുവാൻ പാടില്ല. അത് പവിത്രമായിക്കൊണ്ട് തന്നെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ത്വര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. മറ്റുള്ളവന്റെ അഭിമാനങ്ങൾ കൊണ്ട് നമ്മൾ കളിച്ചാൽ അത് വല്ലാത്ത പ്രയാസത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, കുല്ലു മുസ്ലിമിൻ അൽ മുസ്ലിം ഹറാം, ഒരു മുസ്ലിമിന് മറ്റു മുസ്ലിമിന്റെ മേൽ നിഷിദ്ധമാണ് അവന്റെ രക്തം. അവന്റെ രക്തം നമ്മൾ ചിന്തുവാൻ പാടില്ല. അവന്റെ അഭിമാനം, വമാലുഹു, അവന്റെ സമ്പത്ത്, ഇതൊന്നും മറ്റുള്ള ആൾക്ക് കവർന്നെടുക്കുവാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറപ്പെടുത്തുന്നത്. അങ്ങനെ കവർന്നെടുക്കുകയാണെങ്കിലോ നമുക്ക് നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്. പ്രവാചകന്റെ ശൈലികൾ പലപ്പോഴും അങ്ങനെയാണ്. സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്ക് അതറിയുമോ, നിങ്ങൾക്ക് ഇതറിയുമോ? അപ്പൊ പ്രവാചകന്റെ സ്വഹാബികൾ പറയും, അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ പറയും. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ കാണുവാൻ സാധിക്കും. അവർ ചോദിച്ചു, പ്രവാചകരെ, നിങ്ങൾക്ക് അതദറൂന മൽ മുഫ്ലിസ്, എല്ലാം തുലഞ്ഞ ആളുകളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ, എല്ലാം പാപ്പരായ ആളുകളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ എന്ന് പ്രവാചകൻ സ്വഹാബികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഖാലു അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. പാപ്പരായ ആളുകൾ നമുക്കറിയാം. ആരാണ്? ഫീനാ മല്ലാ ദിർഹമ വലാ മതാ, പൈസ ഇല്ലാത്ത, ജീവിക്കാൻ വകയില്ലാത്ത പാപ്പരായ മനുഷ്യനാണ് ഞങ്ങളിൽ പാപ്പരായ തുലഞ്ഞ ആള് എന്ന് സ്വഹാബികൾ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഭൗതികമായി നോക്കുമ്പോൾ അവർ പാപ്പരായ ആളുകൾ. അവർ കച്ചവടം തുടങ്ങി, വിജയിച്ചില്ല, പൊട്ടിപ്പാളീസായി. അവർ ഏർപ്പാടിലേക്ക് പുറപ്പെട്ടു, അത് വിജയിച്ചില്ല, പിന്നെയും നഷ്ടത്തിലേക്ക് തന്നെയാണ് പോയത്. അവരെ കുറിച്ചാണ് സ്വഹാബികൾ പറഞ്ഞത്, അവരാണ് പ്രവാചകരെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, കാലം ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി من يأتي يوم القيامة بصلاة وصيام وزكاة ويأتي قد شتم هذا وقذف هذا وأكل مال هذا وضرب هذا. എന്നാൽ എന്റെ സമൂഹത്തിൽ, എന്റെ സമുദായത്തിൽ പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? من يأتي يوم القيامة, ഖിയാമത്ത് നാളിൽ അവരെ കൊണ്ടുവരപ്പെടുന്നതാണ്. ബിസ്വലാത്തിൻ, അവർ നമസ്കരിച്ച ആളുകളാണ്. വസിയാമിൻ, അവർ നോമ്പെടുത്ത ആളുകളാണ്. വസകാത്തിൻ, സകാത്ത് നൽകിയ ആളുകളാണ്. പക്ഷേ അവിടെ പ്രത്യേകത എന്താണ്? നിസ്കരിച്ച് നോമ്പെടുത്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത ആളുകളാണ്.
പക്ഷെ അവിടെ പ്രത്യേകത എന്താണ്? ഇന്നവനെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്നവനെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ട്, ഇന്നവന്റെ ധനം ഭുജിച്ചിട്ടുണ്ട്, ഇന്നവന്റെ ധനം തിന്നിട്ടുണ്ട്, ഇന്നവനെ അടിച്ചിട്ടുണ്ട്. ഈ ആളാണ്, ഈ നിസ്കരിച്ച് നോമ്പെടുത്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത ഈ ആളാണ് എന്റെ ഉമ്മത്തിൽ പാപ്പരായ ആളുകൾ. എന്നിട്ട് പ്രവാചകൻ വിവരിച്ചു കൊടുക്കുകയാണ്, ഖിയാമത്ത് നാൾ വിചാരണക്കെടുക്കുമ്പോൾ ആരെക്കുറിച്ചാണോ ഞാൻ ചീത്ത പറഞ്ഞത്, ആരെക്കുറിച്ചാണോ ഞാൻ അപവാദം പറഞ്ഞത്, ആരെക്കുറിച്ചാണോ ദുരാരോപണം ഞാൻ നടത്തിയത്, ആ ആൾക്ക് എന്റെ സൽക്രമം ആ മനുഷ്യന് നൽകപ്പെടും. നിസ്കരിച്ച നോമ്പെടുത്ത എല്ലാം ചെയ്ത ഈ പ്രതിഫലങ്ങളൊക്കെ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അദ്ദേഹത്തിന് നൽകപ്പെടുകയും അതിനു മുമ്പ് നമ്മുടെ അക്കൗണ്ട് കാലിയായി തീർന്നാൽ സ്വാഭാവികമായി കൊണ്ടും ആ മനുഷ്യനും തിന്മ ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹത്തിന് തിന്മ എന്നിൽ ചാർത്തപ്പെടുകയും എന്നിട്ട് ഞാൻ നരകത്തിൽ പോവുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥയെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. സഹോദരന്മാരെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുവാനാവട്ടെ. നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പെടുക്കുന്ന ആളുകളാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളെ കുറിച്ച് വേണ്ടാത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ട് ഒരാൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് നമ്മൾ കാരണം സ്വർഗത്തിലേക്ക് പോകും, നമ്മൾ നരകത്തിലേക്കും പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, എന്താണോ സംസാരിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പ്രവർത്തിക്കുവാൻ പാടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ മനസ്സിൽ വല്ലാതെ വേദനിപ്പിച്ച ഹദീസ് പറഞ്ഞല്ലോ. പ്രവാചകൻ പറഞ്ഞ ആമീൻ പറച്ചു. ഈ റമദാൻ കഴിഞ്ഞിട്ടും റമദാൻ വന്ന് കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാതെ എടുത്ത സൽക്കർമ്മങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും വലിയ ഭാഗ്യം കെട്ട ആൾ ആരാണ്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരാളെ കുറിച്ചും നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ സംസാരത്തിലൂടെ ഒരാൾക്കും വേദനിക്കുന്ന രീതിയിലേക്ക് എത്തുവാൻ പാടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ ആയിഷ റളിയല്ലാഹു ഒരു ചെറിയ നിസ്സാരമാണെന്ന് തോന്നിയ ഒരു വാക്ക് പ്രയോഗിച്ചപ്പോൾ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയെ താക്കീത് ചെയ്തതായി ഹദീസിൽ കാണുവാൻ സാധിക്കും. എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ قالت قلت للنبي صلى الله عليه وسلم حسبك من صفية كذا وكذا. സഫിയ ഇന്ന ആളാണ് ട്ടാ. وقال بعض الروايات تعني القصير, ഒരു കുറിയവളാണ്. ആ കുറിയവളായ സഫിയ, നമ്മളൊക്കെ പറയില്ലേ തടിയൻ കുള്ളൻ, ആ രൂപത്തിലുള്ള പ്രയോഗമാണ് ആയിഷ റളിയല്ലാഹു അൻഹ സഫിയെ കുറിച്ച് പറഞ്ഞത്. ആ കുള്ളത്തിയായ ആ സഫിയ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹയെ താക്കീത് ചെയ്തതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹർ ലമസജതുഹു. ആയിഷ, ഈ പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. ഈ പറഞ്ഞത് സമുദ്രജലത്തിൽ കലർത്തുകയാണെങ്കിൽ സമുദ്രജലം പോലും മലീമസമാകുവാൻ കാരണമായി തീരുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ ത്വര്യപ്പെടുത്തി. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്, നുണ്ടി അല്ലെങ്കിൽ മൊണന്തൻ. ആ രൂപത്തിൽ ഇത് കേൾക്കുന്ന ആൾക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവുകയില്ല. അത് പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, കടല് കൽക്കണേ, കടല് പോലും മലീമസമായി തീരും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആ രീതിയിൽ ഉള്ള സംസാരങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വരുവാൻ പാടില്ല. നമ്മുടെ നാവ് എപ്പോഴും അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് നനഞ്ഞതായിരിക്കണം. അതല്ലാതെ മറ്റുള്ള ആളുടെ കുറ്റവും കുറവും മൊത്തം നാട്ടിലൊക്കെ കാണാം. പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ പള്ളിയുടെ ബാക്കിൽ ഒന്ന് കൂട്ടിയിരുന്ന്
ആ കൂട്ടിരത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ന്യൂനതകൾ പറയലും, മറ്റുള്ള കുറ്റം പറയലും, മറ്റുള്ള പോരായ്മകളെ പറയലും. അങ്ങനെ പറഞ്ഞാൽ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുക. ഒരിക്കലും തമാശക്ക് പോലും, ഒരാൾ ചിരിക്കാൻ വേണ്ടി പോലും കളവ് പറയാൻ പാടില്ല എന്നാണ് ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും. ചില ആളുകൾ വിറ്റടിക്കുക എന്നറിയാം, തമാശക്ക് വേണ്ടി അത് കളവ് പറഞ്ഞുകൊണ്ടാണ് വിറ്റടിക്കുന്നത്. അത്തരക്കായ ആളുകൾക്ക് നാശമാണ് എന്നാണ് പ്രവാചകൻ അധ്യാപനങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകൻ പറയാണ്, എന്താണ്? വൈലുൻ ലിമൻ യുഹദ്ദിസു ഫയക്ദിബു ലിയുൽഹിക ബിഹി അൽഖൗം വൈലുല്ലഹു വൈലുല്ലഹു. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആള് എന്നാണ്. അതിലൂടെ കളവ് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ സംസാരിക്കുന്നത്. വൈലുല്ലഹു വൈലുല്ലഹു, അവന് നാശമുണ്ട്, നാശമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഒരിക്കല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തമാശ പറഞ്ഞു. തമാശ പറഞ്ഞപ്പോൾ സ്വഹാബിയോട് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുന, നിങ്ങൾ ഞങ്ങളോട് തമാശ പറയാണോ? നിങ്ങൾ ഞങ്ങളോട് തമാശ പറയാണോ? അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഖാല ലാ അഖൂലു ഇല്ലാ ഹഖ, ഞാൻ തമാശയാണെങ്കിലും ഞാൻ സത്യമല്ലാതെ ഞാൻ പറയുകയില്ല എന്ന് സ്വഹാബികളെ ഉറപ്പെടുത്തിയതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ തമാശയിൽ പോലും കളവ് പറയുന്ന രീതിയിലേക്ക് എത്താൻ പാടില്ല എന്നുള്ള അധ്യാപനമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് എന്താണ് പരദൂഷണം, എന്താണ് ഐബത്ത് എന്ന് ചില ആളുകൾക്ക് അറിയില്ല. എന്താണ് ഐബത്ത്? അത് കൃത്യമായി കൊണ്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, അത്തദറൂന മൽ ഐബ, സ്വഹാബികളെ നിങ്ങൾക്ക് എന്താണ് ഐബത്ത്, പരദൂഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. ചിലതിന് അവർ അങ്ങനെയാണ് പറയാറ്, അല്ലാഹു റസൂലിനെ അറിയാം, ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയാണ്, ഖാല ദിക്റക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരന് വെറുപ്പുള്ള ഒരു സംസാരം സംസാരിക്കലാണ്. അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു നമ്മുടെ കൂട്ടുകാരന്റെ, നമ്മുടെ അയൽവാസിയുടെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളെ കുറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയലാണ് ഐബത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ സ്വഹാബിയോട് ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് ഇൻ കാന ഫീഹി മാ തഖൂലു. അപ്പൊ പ്രവാചകരെ, അദ്ദേഹത്തിന് ഉള്ളത് പറഞ്ഞാലോ? അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞതാണ് ഐബത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഇൻ കാന ഫീ മാ തഖൂലു, ഈ പറയുന്ന കാര്യം അദ്ദേഹത്തിന് ഉള്ളതാണെങ്കിലോ? അദ്ദേഹത്തിന് ആ സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ന്യൂനത അദ്ദേഹത്തിനുണ്ട്, ആ പ്രശ്നം അയാൾക്കുണ്ട്, അദ്ദേഹത്തിന് ഉള്ളതാണെങ്കിലോ? കൃത്യമായാണ് പറഞ്ഞു കൊടുത്തു, അത് ഐബത്താണ്. അപ്പൊ ഉള്ളത് എന്താ ചെയ്യാൻ പറ്റൂല, അപ്പൊ ഉള്ളത് പറയലാണ്. അതിനാണ് ഉള്ളതല്ല പറഞ്ഞത്, പറയാൻ പറ്റൂല. ഉള്ളതാണെങ്കിൽ പറയാം, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണോ അത് ഉള്ളതാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നിട്ട് പ്രവാചകൻ പിന്നെയും പറഞ്ഞു, അദ്ദേഹത്തിന് ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിലോ? അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും ഇല്ല, അങ്ങനെ പറയാണ്, ഫഖദ് ബഅതഹു, അത് കളവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഉള്ളത് പറയാൻ പറ്റുമോ? പറ്റൂല. പറ്റിയ അത് ഐബത്താണ്. അപ്പൊ ഇല്ലാത്ത പറഞ്ഞാലോ അത് കളവുമാണ്. അപ്പൊ സഹോദരന്മാരെ, നമുക്കൊക്കെ ഈ ഒരു പോരായ്മ ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ ചിന്തിക്കുക, നിങ്ങളും ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ യതബഅലുകും ബഅല, നിങ്ങൾ പരസ്പരം പരദൂഷണം ഐബത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവന്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരന്മാരെ,
ഈ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് ചോദിച്ചു, മൻ നജ, എന്താണ് വിജയിക്കാനുള്ള മാർഗം? വിജയിക്കാനുള്ള മാർഗം പ്രവാചകൻ പറഞ്ഞു, ഖാല അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു വെച്ചാൽ മതി. നീ നിന്റെ നാവിനെ പിടിച്ചു വെച്ചാൽ മതി എന്ന് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ഹദ്ദിസ്നി ബിഅംരി മാ അത്തസിമു ബിഹി, ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതരെ ഞങ്ങൾ അവലംബിക്കേണ്ട ഒരു സംഗതി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, ഞങ്ങൾ അവലംബിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. പ്രവാചകൻ പറഞ്ഞു, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുക. സുമ്മസ്തഖിം, മാത്രമല്ല അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. റബ്ബ് ആണെന്ന് പറയുകയും അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുക. അതാണ് ഞങ്ങൾ അവലംബിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. പിന്നെ സ്വഹാബികൾ ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് മാ അഖാഫു മാ തഖാഫു അലയ്യ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം ഏതാണ്? ഒന്ന്, ഞങ്ങൾ അവലംബിക്കേണ്ട കാര്യം ഏതാണ് ചോദിച്ചപ്പോൾ എന്താണ്? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുക, എന്നിട്ട് അതിനനുസരിച്ച് ജീവിക്കുക. രണ്ടാമത് ചോദിക്കുകയാണ്, പിന്നെ എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ഫഅഖദ ബിലിസാനി നഫ്സിഹി സുമ്മ ഖാല ഹാദാ, പ്രവാചകൻ നാവിനെ പിടിച്ചാണ് പറഞ്ഞു, ഇതിനെ സൂക്ഷിക്കണം, ഇതിനെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പഠിപ്പിച്ചു കൊടുത്തതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇന്ന് വിചാരിക്കുക, ഇന്ന് നമ്മൾ തീരുമാനത്തിലെത്തുക, എന്റെ നാക്കുകൊണ്ട്, എന്റെ ഒരു സംസാരത്തിലൂടെ ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാക്കി തീർക്കുകയില്ല. ഇന്നൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ മറ്റുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ എത്ര പ്രയാസങ്ങളാണ് ഈ നാക്കു മുഖേന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര ബന്ധങ്ങളാണ് അത് മുഖേന ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലത്ത് ചില ആളുകൾ ചെയ്യുന്ന ചില ഏർപ്പാടുകളുണ്ട്. ചില സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും ഫോൺ റെക്കോർഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്തതിന് ശേഷം മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. സഹോദരന്മാരെ, അതൊരു നല്ലൊരു ഏർപ്പാടാണോ? ഈ എതിർ വശത്ത് സംസാരിക്കുന്ന ആൾക്കറിയില്ല ഈ മനുഷ്യത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന്. റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് മറ്റുള്ള ആൾക്ക് അയച്ചു കൊടുക്കുക. ഇത് ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടിയൊന്നല്ല, ശത്രുക്കളത്തു നിന്നുള്ള രഹസ്യങ്ങളൊന്നല്ല ചോർത്തുന്നത്, നമുക്കിടയിലുള്ള സംസാരങ്ങളാണ് ചോർത്തുന്നത്. ആ സംസാരമാണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്നിട്ട് മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുക. ഈ കേൾക്കുന്ന ആള് പിന്നെ ഈ മനുഷ്യനെ കുറിച്ച് എങ്ങനെയായിരിക്കും വിലയിരുത്തുക? ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള ബന്ധങ്ങൾ തകർക്കാനേ ഉപകരിക്കൂ. ആ രീതിയിലേക്ക് നമ്മൾ പോകുവാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ നാക്കുകൊണ്ട്, നമ്മുടെ സംസാരത്തിലൂടെ ആ രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ പാടില്ല. അതോടൊപ്പം തന്നെ സ്ത്രീകളും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കളുമായി കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ മക്കൾ ചെറുപ്രായത്തിലുള്ള മക്കളാണെങ്കിൽ വളരെ കുരുത്തക്കേട് കാണിക്കും. നമ്മുടെ നാക്ക് മുഖേന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, കുരുത്തക്കേട് കാണിക്കും. ആ ഒരു പ്രായത്തില്, ആ ഒരു വയസ്സിലൊക്കെ പള്ളിയിൽ കിടന്നാൽ ചിലപ്പോ അങ്ങനെ ഓടി നടക്കും, ചിലപ്പോ മുസാഫ് എടുക്കും, അതിൽ മറ്റുള്ള വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്ക് വിലപ്പെട്ടതെന്ന് തോന്നുന്ന പല ചെയ്യും. പക്ഷെ ചില സെറ്റൊന്നും നന്നാവില്ലടാ, കുരുത്തം കെട്ടോനെ, പണ്ടാറക്കാരെന്നൊക്കെ പറഞ്ഞാൽ ആ വർത്താനം. സഹോദരന്മാരെ, ആ സംസാരം, ആ ശാപപ്രാർത്ഥന, ആ ശാപമുള്ള ആ സംസാരമുണ്ടല്ലോ, ആ കാരണത്താലായിരിക്കും നമ്മുടെ മക്കൾ കേടുവരാൻ കാരണമായി തീരും. ഒരിക്കലും സ്ത്രീകൾ ശ്രദ്ധിക്കുക, അതുപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, എന്റെ മക്കൾ എന്ത് തന്നെ കുരുത്തക്കേട് കാട്ടിയാലും ഇതൊന്നും നന്നാവൂലടാ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ, പരിഹാസങ്ങൾ, അങ്ങനത്തെ ശാപവാക്കുകൾ ഞാൻ പറയൂല എന്ന് നമ്മൾ
കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മക്കൾ അതിലേക്ക് എത്തിപ്പെടാൻ കാരണം, മക്കളാവും സ്വാഭാവികമായി ഇതൊക്കെ ഉണ്ടാവും. ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചെറു പ്രായത്തിലുള്ള ചെറു കുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഒരു സംസാരം നമ്മുടെ നാക്കിൽ നിന്ന് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ ഈ സംസാരമായിരിക്കും ആ കുട്ടി കേടുവരാൻ കാരണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയാണ്, ഇദാ അസ്ബഅ ഇബ്നു ആദം, മനുഷ്യൻ രാവിലായി തീർന്നാൽ മനുഷ്യന്റെ ശരീരത്തിലെ ഫഇന്നൽ അല്ലാഹ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, മനുഷ്യന്റെ ശരീരത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് എന്ത് പറയും? മനുഷ്യ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ നാക്കിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നാക്കിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തഖൂലു ഇത്തഖില്ലാ ഫീനാ, നീ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ നാക്കിനോട് ഇങ്ങനെ പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞങ്ങൾക്കും വേണ്ടി തഖൂലു ഇത്തഖില്ലാ ഫീനാ, ഞങ്ങൾക്ക് വേണ്ടി നീ അല്ലാഹനെ സൂക്ഷിക്കണം. ഫഇന്നമാ നഹ്നു ബിക, നിന്നെ ആശ്രയിച്ചാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. നിന്നെ ആശ്രയിച്ചാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. നീ നേരെയായി തീർന്നാൽ ഞങ്ങൾ നേരെയായി തീരും. നീ വളഞ്ഞു പോയാൽ ഞങ്ങളും വളഞ്ഞു പോകും. അത് ശരീരത്തിലെ ഓരോ അവയവങ്ങളും നാക്കിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും ആ സംസാരം കൃത്യമായിക്കൊണ്ട് ഇത് നെഗറ്റീവ് ആണോ ആളുകൾക്കിടയിൽ എഫക്റ്റ് ഉണ്ടാക്കുക, അതിന് പോസിറ്റീവ് എഫക്റ്റ് ആണോ ഉണ്ടാക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട്, എന്റെ അഭിപ്രായമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തില് നമ്മൾ പറയാൻ പാടില്ല. എന്താണോ എന്ന് പറയുന്നത് ചിന്തിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കുവാൻ പാടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇസ്ലാമിൽ ഏറ്റവും അഫ്ളലായ കാര്യം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുക, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചു പലപ്പോഴും പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയാണ്, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരാളുടെ നാക്കിൽ നിന്നും ഒരാളുടെ കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ എപ്പോഴാണോ രക്ഷപ്പെടുന്നത് അപ്പോൾ മാത്രമേ അയാൾ മുസ്ലിം ആവുകയുള്ളൂ. എന്റെ നാവിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് മറ്റുള്ള മുസ്ലിങ്ങൾ രക്ഷപ്പെടുമ്പോൾ ഞാൻ മുസ്ലിമായി. രക്ഷപ്പെടുന്നില്ലെങ്കിലോ ഞാൻ മുസ്ലിം അല്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്റെ നാക്കിലൂടെ എന്റെ കയ്യിലൂടെ എന്റെ പ്രവർത്തനത്തിലൂടെ മറ്റുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ അവിടെ കണ്ടതും ഇവിടെ കണ്ടതും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മുസ്ലിം അല്ല. ഈ കാര്യം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ഇങ്ങനെ കൂടിയിരുന്ന് മറ്റുള്ള ആളുടെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടം തന്നെയാണ്. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ ശണ്ടയിലേക്ക് അല്ലെങ്കിൽ വാക്തർക്കത്തിലേക്ക് എത്താറ് എങ്ങനെയാണുള്ള ഉണ്ടാകരുത്? ഒന്ന് രണ്ട് സംസാരിക്കും, പിന്നെ മൂന്നാമത് അതും ഇതും പറയലാവും. ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനോ, ഒന്ന് പുറത്തു കൊടുക്കാനോ, ഒന്ന് മനസ്സിലാക്കിയെടുക്കാനോ സമയം കണ്ടെത്താത്ത രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ കഷ്ടം തന്നെയാണ്. അപ്പോ ഭാര്യ ഭർത്താക്കന്മാർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. എന്റെ നാക്കിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും എന്റെ പ്രവർത്തനത്തിൽ നിന്നും മറ്റുള്ള ആളുകൾ രക്ഷപ്പെട്ടാൽ ഞാൻ മുസ്ലിമായി, അല്ലെങ്കിലോ ഞാൻ മുസ്ലിം അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞങ്ങളുടെ നാക്കിലൂടെ
നല്ലത് പറയുന്ന യഥാർത്ഥ മുത്തക്കിയുടെ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ നമ്മുടെ നാടുകളിൽ ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഹരിയുടെ മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ നാട്ടുകാരെയും നീ രക്ഷപ്പെടുത്തേന തമ്പുരാനെ. അതാ ഞങ്ങളിൽ കടം കൊണ്ടും രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കടവും രോഗവും നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതാ ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ പഠനത്തിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണം തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഹു മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതിഹാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.